നമസ്കാരം പ്രിയമുള്ളവരെ. നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ നിരന്തരം കാണുന്ന ഒരു കാര്യമാണ് ഈ മുക്കം ഫൈസിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. മുക്കം ഫൈസി അതിനിഷിദ്ധമായി ജമാഅത്തെ ഇസ്ലാമിയെ വല്ലാതെ വിമർശിക്കുന്നത് കാണാം. ജമാഅത്തെ ഇസ്ലാമി UDFന് വോട്ട് കൊടുത്തത് അത് വലിയൊരു പാതകമാണ്, അവരുമായിട്ടൊരിക്കലും സഖ്യം പാടില്ല, അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ പാടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് അയാൾ വിമർശിക്കുന്നു. വിമർശനം ഒരു ഭാഗത്ത് നല്ലതാണ്. മുക്കം ഫൈസി ഒരു മതപണ്ഡിതനാണ്. അദ്ദേഹത്തിൻ്റെ മതം സമസ്ത 100 കൊല്ലമായി ഉണ്ടായിട്ട്. പക്ഷെ അതോടൊപ്പം തന്നെ അവർ പറയും ഞങ്ങൾ മുസ്ലിങ്ങളാണെന്ന്. ഇസ്ലാം എന്ന മതം അതിൻ്റെ അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 1400 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ച ഒരു മഹാനാണ്. അപ്പോൾ ഈ 1400 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു മതത്തെ 100 വർഷം മുമ്പുള്ള ഒരു പ്രസ്ഥാനം അത് ഞങ്ങളുടെ മതമാണ് എന്ന് പറയുന്നു. ഇസ്ലാം അതിനെ എങ്ങനെ മനസ്സിലാക്കുന്നു എന്നത് ഖുർആൻ വെച്ച് നമുക്ക് സംസാരിക്കേണ്ടി വരും. അങ്ങനെ സംസാരിക്കുമ്പോഴാണ് ജമാഅത്തെ ഇസ്ലാമിയും സമസ്തയും ഒക്കെ തമ്മിലുള്ള ഇസ്ലാമുമായുള്ള ബന്ധം എന്ത് എന്ന് നമുക്ക് മനസ്സിലാവുക. ഏതായാലും ഇന്നത്തെ വീഡിയോ നമുക്ക് മുക്കം ഫൈസിയുടെ കാര്യമാകുന്നത് കൊണ്ട്, ഉമർ ഫൈസിയോ എന്തോ ആവട്ടെ, അതുമായി ബന്ധപ്പെട്ട് തന്നെ സംസാരിക്കാം. ഇസ്ലാമിൻ്റെ എവിഡൻസ് ബുക്കായിട്ട് ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ ഗ്രന്ഥമാണ് ഖുർആൻ. ആ ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തിയിട്ടുള്ളത് ഖുർആനിനെ തന്നെയാണ്. എന്നിട്ട് ആ ഖുർആൻ പറഞ്ഞു, ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. ഇത് നാം ഇറക്കിയതാണ് എന്ന് പറഞ്ഞാൽ ദൈവം ജനങ്ങൾക്ക് വേണ്ടി ഇറക്കിയതാണ്, നാം തന്നെ അതിനെ സംരക്ഷിക്കും. ലോകത്തുള്ള എല്ലാ ഖുർആൻ ഗ്രന്ഥങ്ങളും കത്തിച്ച് ചാമ്പലാക്കിയാലും മനുഷ്യ ഹൃദയങ്ങളിൽ അത് കൃത്യമായി രേഖപ്പെട്ട് കിടക്കുകയാണ്. അവർക്കത് വീണ്ടും ഉണ്ടാക്കാൻ സാധിക്കും. അങ്ങനത്തെ ഒരേ ഒരു ഗ്രന്ഥം മാത്രമേ ലോകത്തുള്ളൂ. അതാണ് ആ പറഞ്ഞതിൻ്റെ വിവക്ഷ. ആ ഗ്രന്ഥം ഖുർആനിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ ആയത്ത് അത് വ്യക്തമാക്കി പറയുന്നുണ്ട്. ഇന്നദ്ദീന, നിശ്ചയമായും മതം, ഇൻദല്ലാഹി, ദൈവസമക്ഷത്തിങ്കൽ, അൽ ഇസ്ലാം, ഇസ്ലാം മാത്രമാകുന്നതാണ്. എന്താണ് ഇസ്ലാം? സമർപ്പണമാണ്. അഥവാ മതം എന്ന് പറയുന്നത് ദൈവസമക്ഷത്തിങ്കൽ ദൈവത്തിന് പരിപൂർണമായി സമർപ്പിക്കപ്പെടുക എന്നത് മാത്രമാകുന്നു. ആ സമർപ്പണത്തിൽ ദൈവം മാത്രമേ ഉള്ളൂ. ദൈവേതരമായി എന്തൊന്നിനോട് സമർപ്പിക്കപ്പെടുന്നുവോ അവൻ ആ മതത്തിൽ നിന്ന് പുറത്താണ്. മുക്കം ഫൈസിയുടെ മതം ഇസ്ലാമുമായി ബന്ധമുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കി. ആരാധന അദ്ദുആഹു ഹുവൽ ഇബാദ, പ്രാർത്ഥന അത് തന്നെയാണ് ആരാധന. അദ്ദുആഉ മഹുൽ ഇബാദ, പ്രാർത്ഥന അത് മഹുൽ ഇബാദ, ഇബാദത്തിൻ്റെ മജ്ജയാണ്. അദ്ദുആഉ ഹുവൽ ഇബാദ, പ്രാർത്ഥന അത് തന്നെയാണ് ആരാധന. ഇന്ന ദുആഉ ഹുവൽ ഇബാദ തുടങ്ങിയിട്ട് ദുആഇനെ കുറിച്ചിട്ട് ഇതേ രൂപത്തിൽ പറയുന്നുണ്ട്. പക്ഷെ ഇവര് നിരന്തരമായിട്ട് ദൈവമല്ലാത്തവരുമായി പ്രാർത്ഥിക്കുന്നു, ദുആ ചെയ്യുന്നു. അപ്പോൾ ഈ മതത്തിൽ നിന്ന് അവർ എവിടെ പോയി? പുറത്തേക്ക് പോയി.
ഇനി അതേപോലെ തന്നെ അതേ സൂറത്തിൻ്റെ 3-ാം അധ്യായമായ ആലു ഇമ്രാൻ്റെ എല്ലാവരും ഖുത്ബ പറയുന്ന ഒരായത്തുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു, വിശ്വസിച്ചവരെ, അതായത് വിശ്വാസികളായ ദൈവവിശ്വാസികളായ ആളെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, ഇത്തഖുല്ലാ, നിങ്ങൾ ദൈവത്തെ സൂക്ഷിക്കുക, ഹഖ്ഖ തുഖാത്തിഹി, അവനെ സൂക്ഷിക്കേണ്ട മുറപ്രകാരം, വലാ തമൂത്തുന്ന, നിങ്ങൾ ഒരിക്കലും മരണപ്പെട്ടു പോവരുത് കേട്ടോ, ഇല്ലാ വ അൻതും മുസ്ലിമൂൻ, നിങ്ങൾ ദൈവത്തിന് പൂർണ്ണമായും സമർപ്പിച്ച മുസ്ലിങ്ങളായിക്കൊണ്ടല്ലാതെ. മുസ്ലിം എന്ന് പറഞ്ഞാൽ ദൈവത്തിന് സമർപ്പിക്കപ്പെട്ടവർ. ഇത് എല്ലാ പള്ളിയിലും ജുമാക്ക് അധികവും പറയും. പക്ഷെ അത് കഴിഞ്ഞിട്ട് ചെറിയൊരു വരിയുണ്ട്. അവിടെ എത്തി അവർ പതുക്കെ മൗനം പാലിക്കും. വഅതസിമു ബിഹബിലില്ലാഹി ജമീഅൻ വലാ തഫറഖു, നിങ്ങൾ അള്ളാഹുവിൻ്റെ പാർശ്വമായ ഖുർആനിനെ മുറുകെ പിടിക്കുക. വലാ തഫറഖു, നിങ്ങൾ ഒരിക്കലും ഭിന്നിച്ചു പോകരുത്. ഇസ്ലാം എന്ന പ്ലാറ്റ്ഫോമിൽ മുസ്ലിം എന്ന പ്രജയായി ജീവിക്കുകയല്ലാതെ നിങ്ങൾ ഒരിക്കലും ഭിന്നിച്ചു പോകരുത്. ആ ഭിന്നിപ്പ് 100 വർഷം മുമ്പ് പൂർത്തീകരിച്ച്, ഇപ്പം 100 വർഷം പൂർത്തീകരിച്ച് ജനങ്ങളെ യഥാർത്ഥ ഇബാദത്തിൽ നിന്ന് ഖബറാരാധനയിലേക്ക് കൊണ്ടുപോകുന്ന അദ്ദേഹം ജമാഅത്തുമായുള്ള ബന്ധത്തിൻ്റെ പേരിൽ UDF ഭയങ്കരമായ ഒരു പ്രശ്നം കൊണ്ടുവരുന്നു. ഇതെത്രമാത്രം ശരിയാണ്? ഞാൻ മുക്കം ഫൈസിയെ വെല്ലുവിളിക്കുകയാണ്. ഇസ്ലാമിൽ വിഭാഗീയത പാടുണ്ടോ? വേറൊരു പ്രസ്ഥാനം ഉണ്ടാക്കാൻ പാടുണ്ടോ? അത് മുക്കം ഫൈസി പറയട്ടെ. ഖുർആനിൽ നിന്ന് മാത്രം ഉദ്ധരിച്ചുകൊണ്ട് മുക്കം ഫൈസിയുടെ വാദങ്ങളെ ഗണ്ണിക്കുക, അതൊരു പ്രധാന ഘടകം തന്നെയാണ്. വ്യക്തമായി പറഞ്ഞാൽ, എ പേഴ്സൺ ഹു സേസ് ഐ എം മാർക്സിസ്റ്റ് മുസ്ലിം, that means he is munafiq. Because of that, Islam is a religion and Marxism is against religion. മതവും മതനിരാസ പ്രസ്ഥാനവും ഒരുമിച്ച് കൊണ്ടുപോവുക എന്നവൻ്റെ പേര് ഇസ്ലാമിക നിയമപ്രകാരം മുനാഫിഖ് അഥവാ കപടവിശ്വാസി എന്നാണ്. ഇത് പറയാൻ തൻ്റെ ഇടമുള്ള പണ്ഡിതന്മാരില്ലാതെ പോയതാണ് ഇസ്ലാമിൻ്റെ ഇന്നിൻ്റെ അപജയം. യാതൊരുവിധ സംശയവുമില്ല. നമുക്ക് ഇത്തരം കാര്യങ്ങളുമായി വീണ്ടും കാണാം.